ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് മുട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് മുട്ട എപ്പോൾ മുതലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ തരത്തിൽ നമുക്ക് മുട്ട കൊടുക്കാനായിട്ട് പറ്റും, എഗ് അലർജി എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം മുട്ടയിൽ ധാരാളം പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന്. എന്നാൽ പ്രോട്ടീൻസ് മാത്രമല്ല മറ്റ് പല ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു ഫുഡാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്. പിന്നെ മാത്രമല്ല ഏതാണ്ട് 13 എസെൻഷ്യൽ മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മിനറൽസ് എന്ന് പറയുമ്പം കോപ്പർ, സിങ്ക്, സെലേനിയം, അയൺ, ഇങ്ങനെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി, B12, ഇ, ഫോളേറ്റ്, കോളിൻ, ഇങ്ങനെ ധാരാളം വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ ഒരുപാട് കുട്ടികളിൽ കാണപ്പെടാറുണ്ട്. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നതൊക്കെ കുറവാണ്, കുട്ടികൾക്ക് സണ്ണിൻ്റെ എക്സ്പോഷർ കുറവാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയത്തൊക്കെ തന്നെ നമ്മൾ വൈറ്റമിൻ ഡിയിൽ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫുഡാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ്, അതായത് ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡൈജഷൻ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഫുഡാണ്, കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഫുഡാണ്, ബ്രെയിൻ വളർച്ചയ്ക്ക് നല്ലതാണ്, പിന്നെ ഐ ഹെൽത്ത്, അതായത് കണ്ണിൻ്റെ ഹെൽത്തിന് നല്ലതാണ്, പിന്നെ അതുപോലെ തന്നെ ലിവർ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും മുട്ട എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കുന്ന ഒരു ഫുഡാണ്. പിന്നെ പ്രോട്ടീൻസ് ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ മസിൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്ന ഒരു ഫുഡ് തന്നെയാണ് മുട്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് മുട്ട എപ്പോൾ മുതലാണ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി പറയാം. ഞങ്ങളുടെ പീഡിയാട്രീഷ്യൻ സ്പെസിഫിക്കലി പറഞ്ഞിരുന്നു എല്ലാത്തരം ആനിമൽ പ്രോഡക്ട്സും 1 വയസ്സ് കഴിഞ്ഞ് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അനിമൽ പ്രോഡക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പശുവിൻ പാല്, മുട്ട, മീൻ, ചിക്കൻ, ഇങ്ങനെയുള്ള എല്ലാത്തരം അനിമൽ പ്രോഡക്ട്സുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. 1 വയസ്സ് കഴിഞ്ഞ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ ആയിട്ട് ഞങ്ങളോട് പറഞ്ഞത് കുട്ടികൾക്ക് ഈ അനിമൽ പ്രോഡക്ട്സ് ഒക്കെ 1 വയസ്സിന് മുൻപ് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് 1 വയസ്സ് കഴിഞ്ഞ് കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. എന്നാൽ ഇപ്പോൾ പല ഭാഗത്തും പല പീഡിയാട്രീഷ്യൻസും 8 മാസം മുതൽ തന്നെ മുട്ടയുടെ മഞ്ഞയൊക്കെ കൊടുത്തു തുടങ്ങാനായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ലോകത്തെ പല ഭാഗത്തും ഏതാണ്ട് 6 മാസം തൊട്ട് തന്നെ കുട്ടികൾക്ക് മുട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നതായിട്ടും പല ആർട്ടിക്കിൾസിലും കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു കൺസെൻസസ് ഇല്ലാത്തത് കൊണ്ടും പല പീഡിയാട്രീഷ്യൻസും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളോട് നമ്മുടെ പീഡിയാട്രീഷ്യൻ എന്താണോ പറയുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം. ജനറലി മുട്ട എന്ന് പറയുന്നത് ചില കുട്ടികളിൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റേതൊരു ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അതായത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു 3 ഡേയ്സ് വരെ നമുക്ക് 3 ഡേ വെയിറ്റ് റൂൾ വേണമെങ്കിൽ ഫോളോ ചെയ്യാം. 1 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ 3 ഡേ വെയിറ്റ് റൂളൊന്നും ഫോളോ ചെയ്യാറില്ല. എന്നാൽ പോലും ഈ ഒരു മുട്ട അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു 3 ദിവസത്തേക്ക് മറ്റൊരു പുതിയ ഫുഡും ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ മുട്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുട്ടികൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കാരണമാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുട്ട പലരിലും അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഫുഡാണ്. സാധാരണ പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എഗ്ഗിൻ്റെ യോക്ക്, അതായത് മുട്ടയുടെ മഞ്ഞയാണ് ആദ്യം കൊടുക്കേണ്ടത്. വൈറ്റ് ആദ്യം ആരും കൊടുക്കാനായിട്ട് പറയാറില്ല. അതിൻ്റെ കാര്യവും ഈ എഗ് വൈറ്റ് കാരണമാണ് അലർജി വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പലരും എഗ്ഗിൻ്റെ യോക്ക്, അതായത് മഞ്ഞ കൊടുക്കാനായിട്ട് പറയുന്നത്. ഇനി ഞാൻ അതിൽ എൻ്റെ എക്സ്പീരിയൻസും കൂടി പറയാം. നമ്മൾ 1 വയസ്സ് കഴിഞ്ഞാണ് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ സമയത്ത് ഞാൻ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തിരുന്നില്ല, ജസ്റ്റ് ഫുൾ എഗ്ഗായിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത്. മോൾക്ക് അലർജീസും ഒന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാലും ടു ബി ഓൺ ദ സേഫർ സൈഡ് നിങ്ങൾക്ക് ആദ്യം മുട്ടയുടെ മഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വെള്ള ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി ഏത് മുട്ടയാണ് കുട്ടികൾക്ക് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നാടൻ മുട്ട കിട്ടുവാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ റേഞ്ച് എഗ്സ് എന്ന് പറഞ്ഞ് അവൈലബിൾ ആണ്. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നിരുന്നാൽ പോലും അത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നാടൻ മുട്ട കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇത് രണ്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്ന ബ്രോയിലർ കോഴികളുടെ ആ വൈറ്റ് എഗ്ഗ് നിങ്ങൾക്ക് ഉപയോഗിക്കാം.
ഇനി ഒരു ചോദ്യം, ഡെയിലി നമുക്ക് മുട്ട കൊടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. ഡെയിലി വേണമെങ്കിൽ നമുക്ക് മുട്ട കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ വയസ്സിനനുസരിച്ചും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇനി ഏതൊക്കെ ഫോമിലാണ് നമുക്ക് മുട്ട കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്യൂറി ഫോംസിൽ നമുക്ക് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫിംഗർ ഫുഡ്സ് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി 1 ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഫിംഗർ ഫുഡ്സ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഫിംഗർ ഫുഡ് രൂപേണ കുട്ടികൾക്ക് കൊടുക്കാം. ധാരാളം റെസിപ്പീസ് നമുക്ക് മുട്ട കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ആ റെസിപ്പീസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ ഏത് തരത്തിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ റണ്ണി യോഗ്സ് ഒന്നും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല. റണ്ണി യോഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം അധികം കുക്കാവാത്ത മുട്ട, ഇപ്പോൾ ബുൾസൈ ആണെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ യോക്ക് എന്ന് പറയുന്നത് കുറച്ച് റണ്ണി ആയിരിക്കും. അങ്ങനെ ഒരിക്കലും കൊടുക്കാനായിട്ട് പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്തേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ എഗ് അലർജീനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് എന്തൊക്കെ തരത്തിലാണ് എഗ് അലർജീസ് വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് നോക്കാം. അതും ഓരോരുത്തരനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് ചില രീതിയിലായിരിക്കും അലർജി കാണുന്നത്, മറ്റു ചിലർക്ക് മറ്റു രീതിയിലും. അപ്പോൾ സാധാരണ കാണപ്പെടാറുള്ളതെന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള റാഷ് ഉണ്ടാവും. ഇത് കഴിച്ച് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വരുമെന്നാണ് പറയുന്നത്. സിവിയർ ആയിട്ടുള്ള റാഷ് വരാം, അല്ലെങ്കിൽ ഹൈവ്സ് പോലത്തത് വരാം. പിന്നെ നേസൽ കൺജഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരാം, ഗ്യാസ് പോലത്തുള്ള പ്രശ്നങ്ങൾ വരാം. കുട്ടികൾക്ക് ധാരാളം വോമിറ്റിംഗ് കണ്ടേക്കാം. അങ്ങനെ പല രീതിയിലുള്ള അലർജീസും ഇത് കാരണം വരാൻ സാധ്യതയുണ്ട്. പിന്നെ റെയറായിട്ട് അനഫിലാക്സിസ് പോലത്തുള്ള ഡേഞ്ചറസ് കണ്ടീഷൻസും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വളരെ റെയറാണ്. അപ്പോൾ ഇതൊക്കെയാണ് എഗ്ഗിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. എന്തായാലും എഗ്ഗ് റെസിപ്പീസ് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.